അമ്പാടി സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇബേഡ് ട്യൂട്ടോറിയൽ സീരീസിലെ 7ാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ കണ്ടത് ബേഡിങ്ങിന് പോകുമ്പോൾ ഇബേഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ചെക്ക് ലിസ്റ്റുകൾ തയ്യാറാക്കാം, ആ ചെക്ക് ലിസ്റ്റുകളെ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെയായിരുന്നു. അതുകൂടാതെ ഇബേഡ് ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ തൊട്ടടുത്തുള്ള ഇബേഡ് ഹോട്ട്സ്പോട്ടുകളെയും ആ ഹോട്ട്സ്പോട്ടിൽ കാണപ്പെടാൻ സാധ്യതയുള്ള പക്ഷികളെയും എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതും തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇബേഡിന്റെ വെബ്സൈറ്റിനുള്ളിൽ നമുക്ക് എങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റിനെ എഡിറ്റ് ചെയ്യാം, അതിലേക്ക് മീഡിയാസ് അതായത് ഫോട്ടോകളും ഓഡിയോകളും എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ അവസാനമായിട്ട് വെബ്സൈറ്റിൽ എങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് കൂടി നോക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇബേഡിന്റെ വെബ്സൈറ്റിൽ എങ്ങനെ ചെക്ക് ലിസ്റ്റ് എഡിറ്റ് ചെയ്യും എന്നുള്ളത് നോക്കാം. www.ebed.org എന്ന ഇബേഡിന്റെ വെബ്സൈറ്റിൽ എങ്ങനെ ലോഗിൻ ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇബേഡിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഈ കിട്ടുന്ന ഹോം സ്ക്രീനിനുള്ളിൽ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റുകളുടെ എണ്ണം. അതിന്റെ തൊട്ട് താഴെ നിങ്ങളുടെ കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റുകളുടെ ടോട്ടൽ എണ്ണവും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ മൊബൈലിലെ ബ്രൗസർ ഉപയോഗിച്ചാണ് ഇബേഡിന്റെ വെബ്സൈറ്റിൽ കയറുന്നതെങ്കിലും ഇതേപോലെ തന്നെയുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണിക്കുക. വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടറിന്റെ ബേസിൽ പറഞ്ഞു പോകുമ്പോഴും ഇതെല്ലാം മൊബൈൽ ബ്രൗസറിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇബേഡ് ആപ്ലിക്കേഷനിലെ ഒരു ചെക്ക് ലിസ്റ്റ് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് നേരെ ആ ചെക്ക് ലിസ്റ്റിനെ വെബ് ബ്രൗസറിലേക്ക് ഓപ്പൺ ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വെബ് ബ്രൗസറിൽ നിന്നും ആ ചെക്ക് ലിസ്റ്റ് ഓപ്പൺ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ അതിന് എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോം പേജിലേക്ക് വന്നിട്ട് ഈ കാണുന്ന കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റുകളുടെ കൗണ്ടിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മൈ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ചെക്ക് ലിസ്റ്റുകളെയും കാണാൻ സാധിക്കും. ഡേറ്റും ടൈമും അതുപോലെ ലൊക്കേഷനും എല്ലാം വെച്ചിട്ടായിരിക്കും ഇത് കാണിച്ചിട്ടുണ്ടാവുക. അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ചെക്ക് ലിസ്റ്റിനെ കണ്ടുപിടിച്ചെടുക്കാവുന്നതാണ്. ചെക്ക് ലിസ്റ്റുകളെ ഇതിൽ നിന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ മൊബൈൽ ആപ്ലിക്കേഷന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഫിൽറ്ററുകളും അതുപോലെ ടൈം പീരിയഡുകളും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഈ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. ഈ ഫിൽറ്ററിൽ നോക്കിയാൽ ആദ്യം കാണുന്നത് ലൊക്കേഷൻ ആണ്. ഈ ലൊക്കേഷന്റെ അകത്ത് തന്നെ മേജർ റീജിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് റീജിയൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ലൊക്കേഷൻസ്, പേഴ്സണൽ ലൊക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ബേഡിങ് ചെയ്തിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളാവാം. അങ്ങനെയുള്ളതിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനുമുണ്ട്. മേജർ റീജിയന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയുള്ളതാണെന്ന് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ റീജിയൻ എന്ന് പറയുന്നിടത്ത് ഞാനിപ്പോൾ ഇടുക്കി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ എൻ്റെ ചെക്ക് ലിസ്റ്റുകൾ മാത്രമായിട്ട് ഇവിടെ കാണിക്കുന്നതാണ്. ഇനി ഈ ഒരു ബട്ടണിൽ പിടിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടാഗ് നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഒന്നുകൂടി പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ എറണാകുളം ചെക്ക് ലിസ്റ്റുകളാണ് വേണ്ടത് എങ്കിൽ എറണാകുളം എന്ന് പറയുന്ന ഒരു കൗണ്ടി അഥവാ ഡിസ്ട്രിക്റ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് മാത്രം ഉള്ള ചെക്ക് ലിസ്റ്റുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. വീണ്ടും ഞാനത് ക്ലിയർ ചെയ്ത് കളയുകയാണ്. യുവർ ലൊക്കേഷൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മുടെ പേഴ്സണൽ ലൊക്കേഷൻസും ഹോട്ട്സ്പോട്ടുകളാണോ എന്ന് പറഞ്ഞല്ലോ. എനിക്ക് എൻ്റെ ആനക്കയം എന്ന് പറയുന്ന ലൊക്കേഷനകത്തുള്ള ചെക്ക് ലിസ്റ്റുകളെ മാത്രമായിട്ട് കാണണമെങ്കിൽ ഞാനിവിടെ ആനക്കയം എന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ, അതായത് ആനക്കയത്ത് നിന്ന് മാത്രമുള്ള ചെക്ക് ലിസ്റ്റുകൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതിൽ നിന്നും എനിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം. ഇത്രയൊക്കെ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ടൈം പീരിയഡും വരുന്നത്. ടൈം പീരിയഡിന്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിലുള്ള ചെക്ക് ലിസ്റ്റുകളെയും കണ്ടുപിടിക്കാം. ഇത് ഞാൻ നേരത്തെ മൊബൈൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞ അതേ കാര്യങ്ങളായതുകൊണ്ട് തന്നെ വിശദമായിട്ട് സംസാരിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടാം. ഇപ്പോൾ എനിക്ക് 2021 ഞാനിപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആനക്കയം എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഞാൻ നവംബർ മാസത്തിൽ നടത്തിയിട്ടുള്ള ബേഡിങ്ങിന്റെ ലിസ്റ്റാണ് എനിക്ക് കാണേണ്ടതെങ്കിൽ ഞാൻ ഇതുപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇയറും മന്തും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സെറ്റ് കസ്റ്റം ടൈം പീരിയഡ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ആനക്കയത്ത് നിന്നുള്ള 2021 നവംബറിലെ ലിസ്റ്റുകൾ മാത്രമായിട്ട് കാണിച്ചിരിക്കുന്നു. ഒരു ചെക്ക് ലിസ്റ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്ന് നോക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കാണാം. ഈ മോർ ഫിൽറ്റേഴ്സിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഷെയർഡ് ചെക്ക് ലിസ്റ്റുകൾ മാത്രമായിട്ട് കാണിക്കണോ അതോ അൺഷെയർഡ് ചെക്ക് ലിസ്റ്റുകൾ മാത്രമായിട്ട് കാണിക്കണോ, അല്ലെങ്കിൽ ഷെയർഡും അൺഷെയർഡും ഒരുമിച്ച് കാണിക്കണോ എന്നുള്ള ഒരു ഓപ്ഷൻ. അതുപോലെ മീഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഓർക്കുക, ഫോട്ടോകളാവാം, ഓഡിയോകളാവാം, പിന്നെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തവർക്ക് വീഡിയോസും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള മീഡിയാസ് ഉള്ള ചെക്ക് ലിസ്റ്റുകൾ കാണിക്കണോ
മീഡിയ ഇല്ലാത്ത ചെക്ക് ലിസ്റ്റുകൾ കാണിക്കണോ അല്ലെങ്കിൽ ഏതും മീഡിയ ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ കാണിക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പോർട്ടൽ ഏതാണെന്നുള്ളതും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്താണ് ഷെയർഡ് ചെക്ക് ലിസ്റ്റ്, എന്താണ് പോർട്ടൽ എന്നൊന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിന് മുൻപുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിങ്ങനെ വിടാം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഓരോ ചെക്ക് ലിസ്റ്റുകളുടെയും ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സിമ്പിൾസ് കാണാൻ സാധിക്കും. ഈ കാണുന്ന റൗണ്ട് സിമ്പിൾ ഉദ്ദേശിക്കുന്ന എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരിക്കും. eBird എന്ന് പറയുന്ന ഒരു പോർട്ടൽ അല്ലാതെ മറ്റേതോ പോർട്ടൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു സിമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ eBird ഇന്ത്യ എന്ന് പറയുന്ന പോർട്ടൽ യൂസ് ചെയ്താണ് ബീഡിങ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് പോർട്ടലിന്റെ സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. വേറെ ചില ചെക്ക് ലിസ്റ്റുകളിൽ ഈ 2 ആളുകളുടെ പടമുള്ള ഒരു ഐക്കൺ കാണാം. അത് ഷെയർഡ് ചെക്ക് ലിസ്റ്റ് ആണ്. അതായത് മറ്റൊരു eBirder കൂടി ആ ഒരു ചെക്ക് ലിസ്റ്റ് ഷെയർ ചെയ്തെടുക്കുന്നുണ്ട്. അതായത് അയാൾ കൂടി എന്റെ കൂടെ ബീഡിങ് ചെയ്തിരുന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഫോട്ടോ ഫ്രെയിം പോലെയുള്ള ഐക്കൺ ആണ്. അതിനുള്ളിൽ മീഡിയ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ കൂടെ ബീഡിങ് ചെയ്തയാൾ അതിലേക്ക് മീഡിയ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് ആ ഒരു സിമ്പിൾ. ഇനി ഒരൊറ്റ കാര്യം കൂടി, ഈ ഷോ ഓൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പോർട്ടൽ ഏതാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഷെയർഡ് ചെക്ക് ലിസ്റ്റ് വിത്ത് മീഡിയ, അതിൻ്റെ അകത്തെ മീഡിയാസ് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ആരുമായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നുകൂടി കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൂടി കാണാൻ സാധിക്കും. ഹൈഡ് ഓൾ ഡീറ്റെയിൽസ് കൊടുത്താൽ അത് മാറിക്കോളും. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ചെക്ക് ലിസ്റ്റ് എടുത്ത് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ആ ഒരു ചെക്ക് ലിസ്റ്റിന്റെ ഡേറ്റിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. കൃത്യമായിട്ടും ഡേറ്റിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ചെക്ക് ലിസ്റ്റ് ഒരു വെബ് പേജിൽ ഓപ്പൺ ആയിട്ട് കിട്ടും. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. പെട്ടെന്ന് ഈ ഒരു പേജിന്റെ ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഡേറ്റും ടൈമും പ്ലേസും അതുപോലെ ജില്ല ഏതാണ്, സംസ്ഥാനം ഏതാണ്, രാജ്യം ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ എഡിറ്റ് ഡേറ്റ് ആൻഡ് എഫേർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറി നിങ്ങൾക്ക് ആ ഒരു ഡേറ്റും ടൈമും എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എഡിറ്റ് ലൊക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷനും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡേറ്റും ടൈമും എഫേർട്ടും അതുപോലെ ലൊക്കേഷനും എല്ലാം എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പുതിയൊരു ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം ഞാൻ പറഞ്ഞുതരാം. അതേ സെയിം പ്രൊസീജിയേഴ്സ് ആണ്. ഇവിടെ നിന്നും അത് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക തൽക്കാലം. ഇനി നമുക്ക് നോക്കിയാൽ ഏത് യൂസറാണ് ഈ ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് കാണാം. അതിപ്പോൾ ഞാൻ തന്നെയാണ്. നിങ്ങളിപ്പോൾ മറ്റൊരാളുടെ ചെക്ക് ലിസ്റ്റ് ആണ് ഇവിടെ കാണുന്നതെങ്കിൽ എഡിറ്റ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷേ ഇതുപോലുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൂടി കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചിലപ്പോഴൊക്കെ ആവശ്യം വന്നേക്കാവുന്ന ഒരു ബട്ടണാണ്. ഫോർ എക്സാമ്പിൾ, ഞാനും മറ്റൊരാളും കൂടെ ബീഡിങ്ങിന് പോയി. ഞാനായിരുന്നു മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് അവിടെ ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപേ ഷെയർ ചെയ്യാൻ മറന്നുപോയെങ്കിൽ വീണ്ടും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു കേസിൽ നിങ്ങൾ ഇതുപോലെ വെബ് ബ്രൗസറിൽ ഓപ്പൺ ആക്കിയിട്ട് ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാം. ഈ 2 എന്ന് പറയുന്ന ഒരു ബോക്സിനകത്ത് നിങ്ങൾക്ക് അവരുടെ യൂസർ നെയിമോ ഇമെയിൽ ഐഡിയോ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് വീണ്ടും ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഷെയർ ചെയ്യാമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സിമിലർ പ്രൊസീജിയർ തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി നേരത്തെ ഏതെങ്കിലും ചെക്ക് ലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ പേര് താഴെ ഈ ലിസ്റ്റിൽ കാണിക്കും. ഞാനിപ്പോൾ എല്ലാവരുടെയും പേര് ഹൈഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്, കംപ്ലീറ്റ്ലി കാണിക്കുന്നില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരിന്റെ നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ യൂസർ നെയിം അവിടെ വരും. ഞാനിപ്പോൾ അതും ഹൈഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ താഴെ ഷെയർ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ചെക്ക് ലിസ്റ്റ് ഷെയർ ആയിക്കോളും. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, കാരണം ഇത് അഭിലാഷാണ്. അഭിലാഷിന്റെ കൂടെ ബീഡിങ്ങിന് ഇല്ലായിരുന്നു ആ ദിവസം. അപ്പൊ തൽക്കാലം ഞാനിത് ക്യാൻസൽ ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബീഡിങ് നടത്തിയ ട്രാക്ക് ഓൺ ആയിരുന്നെങ്കിൽ ആ ട്രാക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഈ താഴെ കാണുന്നതാണ് എഡിറ്റ് കമന്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ. ഈ എഡിറ്റ് കമന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെക്ക് ലിസ്റ്റ് കമന്റ്സ് എഡിറ്റ് ചെയ്യാനുള്ള സെക്ഷൻ ആണ്. മൊബൈൽ ആപ്ലിക്കേഷനിൽ ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമന്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ഇനി ഈ ചെക്ക് ലിസ്റ്റിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ എത്ര ബേഡ്സിന്റെ സ്പീഷീസിനെ കണ്ടു എന്നുള്ളതാണ് 30 എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ എത്ര ഇൻഡിവിജ്വൽ ബേഡ്സിനെ കണ്ടു എന്നുള്ളത് കാണാം 67. അതായത് എത്ര എണ്ണം പക്ഷികളെ ടോട്ടലി കണ്ടു എന്നുള്ളതാണത്. അതിന്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ പക്ഷികളുടെ പേരും അതിന്റെ സയന്റിഫിക് നെയിമും എത്ര എണ്ണത്തിനെ ഞാൻ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതും കാണാം. അങ്ങനെ താഴേക്ക് എല്ലാത്തിന്റെയും കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഈ റൈറ്റ് സൈഡിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആഡ് മീഡിയ എന്ന് കാണാം. ഈ ആഡ് മീഡിയയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മീഡിയ പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിലാണ് നമ്മൾ മീഡിയ ആഡ് ചെയ്യാൻ പോകുന്നത്.
അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. അതുപോലെ തന്നെയുള്ള ഒരു ബട്ടനാണ് എഡിറ്റ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഈ എഡിറ്റ് സ്പീഷീസിൽ ഇപ്പോൾ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യും. അതിനു മുമ്പുള്ള ഈ താഴെ കാണുന്ന 2 കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം. ഈ റിവ്യൂ എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾക്ക് ചിലപ്പോൾ കാണിക്കത്തില്ല. ഞാനിപ്പോൾ ഒരു eBird ഇടുക്കി ജില്ലാ റിവ്യൂവർ ആയതുകൊണ്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബട്ടനെ കുറിച്ച് നിങ്ങൾ മറന്നു കളയുക. ഇവിടെ ഒരു റിമൂവ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എൻട്രി, ആ ഒരു സ്പീഷീസിന്റെ ആ ഒരു എൻട്രിയെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഒരു സ്പീഷീസിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് ബ്രൗസർ ഉപയോഗിച്ചാണെങ്കിൽ ഈ ചെക്ക് ലിസ്റ്റ് പേജിൽ വന്നിട്ട് ഈ ഒരു റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അത്രയൊക്കെയാണ് നമ്മൾക്ക് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇവിടെ കാണുന്ന കാര്യങ്ങൾ. പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ ഒരു ഫ്ലാഗ് ആണ്. ഇതും റിവ്യൂവിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ബട്ടണാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചും ഓർക്കണ്ട. എഡിറ്റ് സ്പീഷീസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇനി എഡിറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ചെക്ക് ലിസ്റ്റിനെ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു പേജ് തന്നെയാണ് വരുന്നത്. മൊബൈൽ ആപ്ലിക്കേഷന് വളരെ സിമിലർ ആയിട്ടുള്ള പേജാണ്. പക്ഷെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റർ കൗക്കലിന്റെ നേരെയുള്ള 2 എന്ന് പറയുന്നത് എനിക്കിവിടെ സെലക്ട് ചെയ്ത് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് 3 എന്നാക്കി കൊടുക്കാം. പക്ഷെ ഇപ്പോൾ കൊടുക്കുന്നില്ല, കാരണം 2 എന്നുള്ളതായിരുന്നു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കൗണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള കൗണ്ട് അവിടെ കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ ഒരു സ്പീഷീസിനെ പ്രസന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുൻപിൽ എക്സ് എന്ന് യൂസ് ചെയ്ത് അടയാളപ്പെടുത്തിയാൽ മതി. നമ്മൾ നേരത്തെ പ്രസന്റ് എന്ന് പറയുന്ന സംഭവം കണ്ടതാണ്. അതും മനസ്സിലാക്കിയിരിക്കുക. ഞാൻ കൊടുക്കുന്നില്ല. ഐ എം സോറി ഫോർ ദാറ്റ്. കാരണം ഇത് ഓൾറെഡി ഉള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. അതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് ഓർക്കുകയാണ്, നിങ്ങൾ ഒരു പക്ഷിയെ ആഡ് ചെയ്യാൻ മറന്നുപോയി എങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അതിന് പകരം നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സെർച്ച് ബോക്സ് കാണാം. ആ സെർച്ച് ബോക്സിനകത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത പക്ഷിയെ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഇന്ത്യൻ പീഫൗളിനെ എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഷോർട്ട് കട്ട് മെത്തേഡ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. INPE ഓർക്കുന്നുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ പീഫോളിനെ സെർച്ച് ചെയ്ത് ആ ഒരു പേര് വരുന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഇന്ത്യൻ പീഫോളിന്റെ പേരിന്റെ നേരെയുള്ള ആ കൗണ്ട് എഴുതുന്ന ബോക്സിലേക്ക് ജമ്പ് ചെയ്തോളും. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളുടെയും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ബിഗിനർ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നുമില്ല കേട്ടോ. ഇതിന്റെ താഴെ കാണുന്ന ഈ പ്ലസ് എന്ന് പറയുന്ന ഐക്കണിന്റെ നേരെ ആഡ് സ്പീഷീസ് എന്ന് കാണാം. സപ്പോസ് നിങ്ങളിപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുന്ന പക്ഷിയെ നിങ്ങളുടെ ഈ ലിസ്റ്റിൽ കാണിക്കുന്നില്ല എങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഗ്ലോബൽ ലിസ്റ്റിൽ നിന്നും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കേരളത്തിലെ പക്ഷികളുടെ ലിസ്റ്റ് ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത പക്ഷികളുടെ പേരുകൾ ചിലപ്പോൾ കാണിക്കണമെന്നില്ല. പക്ഷെ അങ്ങനെ ഒരു റെയർ സൈറ്റിംഗ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എനിക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓൾറെഡി ഉള്ള ഒരു പേരായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഹിമാലയൻ മൊണാൽ എന്ന് സെർച്ച് ചെയ്യാണ്. HIMO ഹിമാലയൻ മൊണാൽ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു സ്പീഷീസിനെ ആഡ് ചെയ്ത് കിട്ടും. വെറുതെ തള്ളുന്നതാണ്. ഹിമാലയൻ മൊണാലൊക്കെ ഇവിടെ വരാൻ ഒരു സാധ്യതയും ഇല്ലാത്ത പക്ഷിയാണ്. ഞാനിപ്പോൾ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഹിമാലയൻ മൊണാലിന് കൊടുക്കുമ്പോൾ ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്. നമ്മൾ നേരത്തെ റെയർ ഒബ്സർവേഷനെ കുറിച്ച് കണ്ടതാണ്. അപ്പോൾ റെയർ ഒബ്സർവേഷൻ ആയതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ നിങ്ങൾ ഈ ഡീറ്റെയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുക്കുകയും ചെയ്യണം. അതുപോലെ ഈ കംപ്ലീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബോക്സ് ചെക്ക് ചെയ്ത് വിടുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ ഒരു ഹിമാലയൻ മൊണാൽ എന്ന് പറയുന്ന സംഭവത്തിനെ അങ്ങ് കളഞ്ഞേക്കുകയാണ്. ഇപ്പൊ തൽക്കാലം അത് അവിടെ കിടന്നുകൊണ്ട് കുഴപ്പമില്ല. നമ്മളതിനെ ചെക്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കൗണ്ട് ആഡ് ചെയ്യാതിരുന്നാൽ മതി. അതിന്റെ തൊട്ട് താഴെ കാണുന്ന ബട്ടനാണ് ഈ ലിസ്റ്റിനെ എങ്ങനെ സോർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ സോർട്ട് ചെയ്തിരിക്കുന്നത് ടാക്സോണമിക് ഓർഡറിലാണ്. ഞാൻ ടാക്സോണമിക് ഓർഡർ എന്താണെന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അതിനെ ആൽഫബറ്റിക് ഓർഡർ ആക്കണമെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബേർഡ്സിനെ അവരുടെ ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്തിരിക്കുന്നത് കാണാം. ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യുമ്പോൾ അവർ ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്നാണ് ആദ്യമേ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് അതിന്റെ കോമൺ നെയിമിന്റെ ആദ്യത്തെ ഭാഗം വരുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ബാബ്ലർ ജംഗിൾ, ബാബ്ലർ വൈറ്റ് ചീക്ഡ്, ബീറ്റർ ഏഷ്യൻ ഗിരി, അങ്ങനെ ഇങ്ങനെ കാണാം. കണ്ടില്ലേ? ബീറ്റർ ബുൾബുൾ കോർമറൻ കൗക്കൽ ക്രോ ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ടാക്സോണമിക് ഓർഡർ ആയതുകൊണ്ട് ഞാനത് ചെയ്യുകയാണ്. ഈ ടാക്സോണമിക് ഓർഡറിന്റെ ഒപ്പം തന്നെ ഇതൊരു സ്മാർട്ട് സോർട്ടും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് കോമൺ ആയിട്ടുള്ള ബേർഡ്സിനെ ആദ്യമേ കാണിക്കും. നേരത്തെ നമ്മൾ മൊബൈലിൽ ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഫ്രീക്വന്റ് ബേർഡ്സ് എന്താണ്, ഇൻഫ്രീക്വന്റ് ബേർഡ്സ് എന്താണ്, അൺറിപ്പോർട്ടഡ് ആൻഡ് റെയർ ബേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യം വന്നിരിക്കുന്നത് ഫ്രീക്വന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതിന്റെ താഴേക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇൻഫ്രീക്വന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്.
അതിനുശേഷം വന്നിരിക്കുന്നതാണ് നോട്ട് റിപ്പോർട്ടഡ് എന്ന് പറയുന്ന സെക്ഷൻ. ഹിമാലയൻ മൊണാലി ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, കുഴപ്പമില്ല, സബ്മിറ്റ് ചെയ്യുമ്പോൾ പൊക്കോളും. ഇനിയുള്ള ഒരു ബട്ടനാണ് ഷോ റെയറിറ്റീസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാത്ത അത്രയും റെയർ ആയിട്ടുള്ള ബേർഡ്സിനെ ഇവിടെ കാണിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഇതൊക്കെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഷോ സബ് സ്പീഷീസ് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ കണ്ട ഒരു സംഭവം തന്നെയാണ്. ഗ്രൂപ്പ് ബൈ മോസ്റ്റ് ലൈക്ലി എന്ന് പറയുന്നത് കിടക്കുന്നത് കൊണ്ടാണ് കാണപ്പെടാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള പക്ഷികൾ ഏറ്റവും മുകളിൽ വന്ന് കിടക്കുന്നത്. അതല്ല, അങ്ങനെ കിടക്കുന്നത് തന്നെയാണ് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള കാര്യം. നമ്മളിവിടെ സെർച്ച് ചെയ്യുമ്പോഴും ടൈപ്പ് ചെയ്യുമ്പോഴും കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട്. ആ ഷോർട്ട് കട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് അറിയണമെങ്കിൽ ഈ ഷോർട്ട് കട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഷോർട്ട് കട്ട്സ് കാണിക്കും. വെബ് ബ്രൗസർ ഉപയോഗിച്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഷോർട്ട് കട്ട്സ് വേഗം ഈ പരിപാടി തീർക്കാൻ ഉപയോഗപ്പെടുത്താം. സ്പീഡായിട്ട് ടൈപ്പ് ചെയ്ത് ഡേറ്റ എൻ്റർ ചെയ്ത് പോകാൻ ഈ ഷോർട്ട് കട്ട്സ് നല്ലപോലെ ഉപകാരപ്പെടും. ആവശ്യമുള്ളവർ ഇതൊന്ന് വായിച്ചു നോക്കുക, ഞാനെല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെയുള്ളതാണ് പ്രിഫറൻസസ്. ഈ പ്രിഫറൻസസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ജസ്റ്റ് അതൊക്കെ അങ്ങനെ തന്നെ കിടക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് അത് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഓൾറെഡി ഉള്ള ചെക്ക് ലിസ്റ്റുകളെ എഡിറ്റ് ചെയ്യുന്നത് വലിയൊരു പണിയൊന്നും അല്ല എന്നുള്ളത് മനസ്സിലായി കാണും. ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ ചെയ്തത്. ഇനി അത് കൂടാതെ കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ആഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ കൊടുക്കാൻ പറ്റാത്ത കുറേ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. ഞാൻ ഈ ഏഷ്യൻ കോയലിന്റെ നേരെയുള്ള ആഡ് ഡീറ്റെയിൽസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബോക്സ് നമുക്ക് അവിടെ കിട്ടും. അതിൽ നമുക്ക് വേണമെങ്കിൽ ആ സ്പീഷീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഡിസ്ക്രിപ്ഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് കാണാവുന്ന മറ്റൊരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് ആ ഒരു ജീവിയുടെ ഏജ്, സെക്സ് അതേതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ കണ്ടത് ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു ആൺകുയിലിനെയും ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു പെൺകുയിലിനെയും ആണ് എങ്കിൽ നമ്മൾക്ക് ഈ ഒരു ബോക്സിൽ അതിനെ വേർതിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ റോയിലുള്ളത് മെയില്, ഫീമെയില്, അതുപോലെ സെക്സ് അൺനോൺ എന്നുള്ളതാണ്. ഇപ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ സെക്സ് അൺനോൺ ആയിരിക്കും. ഇതിന്റെ കോളംസ് ആയിട്ട് വരുന്നത് ജുവനൈല്, ഇമച്വർ, അഡൽട്ട്, ഏജ് അൺനോൺ എന്നുള്ളതാണ്. ജുവനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുവിട്ട് പുറത്തിറങ്ങാത്ത ഒരു കുഞ്ഞ്, വളരെ കുഞ്ഞായിട്ടുള്ള ഒരു പക്ഷിയാണ് ജുവനൈൽ സാധാരണയായിട്ട് പറയുന്നത്. ഇമച്വർ ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടൊക്കെ വിട്ട് പുറത്തിറങ്ങി, പക്ഷെ അത് അഡൽട്ട് ആയിട്ടില്ല, അങ്ങനെയുള്ളതാണ് ഇമച്വർ ബേർഡ്. പിന്നെ ഉള്ളത് അഡൽട്ട് ബേർഡ്. ഇനി നിങ്ങൾക്ക് അതിന്റെ ഏജ് മനസ്സിലാവുന്നില്ല എങ്കിൽ ഏജ് അൺനോൺ എന്ന് പറയുന്നതിലേക്ക് കൊടുക്കാം. ഇവിടെ എങ്ങനെയാണ് ഡേറ്റ കൊടുക്കേണ്ടതെന്ന് ഞാൻ ഈ ഏഷ്യൻ കോയലിന് ആക്യുറേറ്റ് അല്ലെങ്കിൽ കൂടി കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ കണ്ടതിൽ ഒരു അഡൽട്ട് മെയിൽ ഉണ്ട് എങ്കിൽ ഈ അഡൽട്ട് എന്ന് പറയുന്ന കോളവും മെയിൽ എന്ന് പറയുന്ന റോയും കൂട്ടിമുട്ടുന്നിടത്ത് ആ ഒരു കൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, അഡൽട്ട് എന്ന് പറയുന്നത് മെയിലുമായിട്ട് കൂട്ടിമുട്ടുന്ന ഈ ഒരു ബോക്സിനകത്ത് ഞാൻ 1 എന്ന് കൊടുക്കുന്നു. ഒരു അഡൽട്ട് ഫീമെയിൽ കൂടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ കൊടുക്കും അഡൽട്ടും ഫീമെയിലും കൂടി ഒന്ന് കൂട്ടിമുട്ടുന്ന ആ ഒരു ബോക്സിൽ ഞാൻ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഏഷ്യൻ കോയലിന്റെ ഒരു കണക്ക് വിടാം. നിങ്ങളൊന്ന് തന്നെത്താൻ മനസ്സിൽ വിചാരിച്ചു നോക്കുക. സപ്പോസ് ഞാൻ 2 ഇമച്വർ ബേർഡ്സിനെ കണ്ടു, അത് രണ്ടും ഫീമെയിൽ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഡേറ്റ എവിടെ കൊടുക്കുമെന്ന് നോക്കൂ. കണ്ടില്ലേ, ഇമച്വറും ഫീമെയിലും കൂടുന്നിടത്ത് 2 എന്ന് കൊടുക്കും. ചില പക്ഷികളെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല, ഈവൻ അഡൽറ്റുകളാണെങ്കിൽ കൂടി. അങ്ങനെയുള്ള പക്ഷികളെ ചിലപ്പോൾ സെക്സ് അൺനോൺ എന്ന് പറഞ്ഞിട്ട് അഡൽറ്റ് ആണെങ്കിൽ അതിന്റെ ഒരു കൗണ്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത 5 അഡൽറ്റ് ബേർഡ്സിനെ ഞാൻ കണ്ടെങ്കിൽ ഇവിടെ ഞാൻ അഡൽറ്റും സെക്സ് അൺനോണും ഒരുമിച്ച് വരുന്നിടത്ത് ഞാൻ 5 എന്ന് കൊടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള കൗണ്ടുകൾ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കാൻ നമുക്ക് പറ്റും. ഭംഗിയാക്കൽ മാത്രമല്ല, ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞതാണല്ലോ, സിറ്റിസൺ സയൻസ് എന്ന് പറയുന്ന ഒരു വലിയ റിസർച്ചിന്റെ ഭാഗമാവുകയാണ് നമ്മൾ ഇബേർഡ് ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള ഒരു റിസർച്ച് മെറ്റീരിയലിലേക്ക് കൂടുതൽ ഡേറ്റ കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുഞ്ഞിനെ നിങ്ങൾ കൂട്ടിൽ കണ്ടെങ്കിൽ ആ ജുവനൈൽ എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പ്രായമായി കാണില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ ഒരു കുഞ്ഞിന്റെ കൗണ്ട് കൊടുക്കുന്നത് ആ ഒരു ഡേറ്റയ്ക്ക് വളരെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഈ സംഭവം പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ ഞാൻ ഈ ഒരു ഡേറ്റ എല്ലാം ക്ലിയർ ചെയ്ത് കളയുകയാണ്. അതിന് പകരമായിട്ട് ഈ ഒരു എക്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഡിലീറ്റ് ആയി പൊക്കോളും. അത് വീണ്ടും കിട്ടണമെങ്കിൽ ഈ താഴെ നോക്കിയാൽ കാണാം ആ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടാബ് ഉണ്ട്. അതുപോലെ ഏജ് ആൻഡ് സെക്സ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ആ ഒരു സംഭവം വരും. ഇനി നമ്മുടെ ബ്രീഡിംഗ് കോഡ്സ് കൊടുക്കണമെങ്കിൽ ഈ ബ്രീഡിംഗ് കോഡ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബ്രീഡിംഗ് കോഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബ്രീഡിംഗ് കോഡിനെ കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെയുണ്ട്, അത് കണ്ടു നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ബ്രീഡിംഗ് കോഡ്സ് ആഡ് ചെയ്യുക.
ഇപ്പൊ ഞാൻ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഇനിയുള്ളതാണ് ഓയിൽഡ് ബേഡ്സ് എന്ന് പറയുന്നത്. ഓയിൽഡ് ബേഡ്സ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പക്ഷികൾ, പ്രത്യേകിച്ചും നീർപക്ഷികൾ, കടലിലൊക്കെയുള്ള നീർപക്ഷികളുടെ ശരീരത്തിൽ ഓയിൽ സ്പില്ലേജ് ഉണ്ടാകുമ്പോൾ അത് പറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഓയിൽഡ് ബേഡിനെയാണോ നിങ്ങൾ കണ്ടത് എന്നുള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇത്. അപ്പൊ ഞാനിപ്പോ ഇതിലേക്ക് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വാലിഡ് ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആയതുകൊണ്ട് ഇതിന് ഡേറ്റാസ് ഒന്നും പുതിയതായിട്ട് ആഡ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. ഇനി വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഈ ചേഞ്ച് സ്പീഷീസ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. ആ ചേഞ്ച് സ്പീഷീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു സ്പീഷീസിലുള്ള ഡേറ്റകളെല്ലാം അതേപടി വെച്ചുകൊണ്ട് ആ ഒരു സ്പീഷീസിനെ ചേഞ്ച് ചെയ്ത് മറ്റൊരു സ്പീഷീസ് ആക്കി മാറ്റാൻ സാധിക്കും. കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ഡ്യൂപ്ലിക്കേറ്റ് സ്പീഷീസ് ഉണ്ടാക്കിയിടുകയാണ്. ഞാൻ ഒരു 2 ലെസർ വിസ്ലിംഗ് ഡക്കുകളെ ആഡ് ചെയ്തിട്ട് അതിന് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കൂടി ആഡ് ചെയ്യുകയാണ്. വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റകൾ കൊടുക്കുകയാണ്. ടൂഡക്സ് സ്വിമ്മിങ് എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഡീറ്റെയിൽ കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ 2 അഡൽറ്റ് ബേഡ്സിനെയാണ് ഞാൻ കണ്ടതെന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്രീഡിംഗ് കോഡായിട്ട് വേണമെങ്കിൽ ഞാനിപ്പോൾ വിസിറ്റിംഗ് പ്രോബബിൾ നെസ്റ്റിംഗ് സൈറ്റ് എന്ന് വെറുതെ കൊടുത്തു. ജസ്റ്റ് അങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ഡേറ്റകളുള്ള ഒരു സ്പീഷീസ് വന്നു. ഇനിയിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാണ്, അയ്യോ അത് ലെസർ വിസ്ലിംഗ് ഡക്ക് ആയിരുന്നില്ല, അത് ഫോർ എക്സാമ്പിൾ യൂറേഷ്യൻ കൂട്ടുകളായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു കേസിൽ നിങ്ങൾ വീണ്ടും ഈ 2 എന്നുള്ളത് ഡിലീറ്റ് ചെയ്യണം, ഈ ഡീറ്റെയിൽസ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്യണം, പിന്നെ ഏജ് സെക്സ് കൊടുത്തിരിക്കുന്ന അവിടെ പോയി ഡിലീറ്റ് ചെയ്യണം, ബ്രീഡിംഗ് കോഡ് കളയണം. അതിനുശേഷം നമ്മുടെ യൂറേഷ്യൻ കൂട്ടിന്റെ അവിടെ പോയിട്ട് ഈ ഡേറ്റാസ് വീണ്ടും ആഡ് ചെയ്യണം. അതുപോലെ ഇതിന്റെ അകത്ത് മീഡിയാസ് ഉണ്ടെങ്കിൽ ആ മീഡിയാസ് ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ ആ മീഡിയാസ് വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു എഫേർട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ചേഞ്ച് സ്പീഷീസിൽ ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് സ്പീഷീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏത് സ്പീഷീസിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും. EUCO യൂറേഷ്യൻ കൂട്ട് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ചേഞ്ച് എന്ന് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡേറ്റാസ് മുഴുവനായിട്ട് യൂറേഷ്യൻ ക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ യൂറേഷ്യൻ ക്യൂട്ടിന് 2 എന്ന് വന്നു, 2 അഡൽറ്റ് മെയിൽസ് ആണെന്നും അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ടൂഡക്സ് സ്വിമ്മിങ് ആണെന്നും അതിന്റെ ബ്രീഡിംഗ് കോഡ് ഇതാണെന്നും എല്ലാം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു കൗണ്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ സ്പീഷീസ് റിമൂവ് ആയി പൊക്കോളും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഒരു സേഫ്റ്റി പ്രിക്കോഷന് വേണ്ടിയിട്ട് ഇതെല്ലാം കളഞ്ഞു വെക്കുകയാണ്. കാരണം യൂറേഷ്യൻ കൂട്ടിനൊന്നും ഞാൻ അന്ന് കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ആ ലെസർ വിസ്ലിംഗ് ഡക്ക് എന്നുള്ളത് ഇപ്പൊ ബ്ലാങ്ക് ആയി കിടപ്പുണ്ടായിരിക്കും. ഇത് കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ ചേഞ്ച് സ്പീഷീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്പീഷീസിന്റെ എൻറ്റയർ ഡീറ്റെയിൽസും മീഡിയയും എല്ലാം ഉൾപ്പെടെ ഒറ്റയടിക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് ആണോ ഇൻകംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് ആണോ എന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് യെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് ആണ്. ഇനി അല്ല എങ്കിൽ നോ എന്ന് കൊടുക്കാം. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം ഈ സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ വരുത്തിയ എല്ലാ മാറ്റങ്ങളോടും കൂടി ആ ചെക്ക് ലിസ്റ്റ് വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ തൽക്കാലം ഇതിലൊരു മാറ്റവും വരുത്താത്തത് കൊണ്ട് അത് അതുപോലെ തന്നെയുണ്ട്. ഈ റിമൂവ് ബട്ടൺ ഒന്ന് യൂസ് ചെയ്ത് ഞാൻ കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ ഉണ്ടാക്കിയിടുകയാണ്. റെഡ് സ്പെർഫോൾ എന്ന് പറയുന്നിടത്ത് ഞാൻ 3 എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. ഇപ്പൊ നമുക്കിവിടെ 3 റെഡ് സ്പെർഫോളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. ജസ്റ്റ് ആ റിമൂവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കും, ആർ യു ഷ്യൂർ യു വാണ്ട് ടു ഡിലീറ്റ് ദിസ് ഒബ്സർവേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ എൻട്രി മാത്രമായിട്ട് ഇവിടെ നിന്ന് റിമൂവ് ആയി പൊക്കോളും. ഇത്രയുമാണ് എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് ആഡ് മീഡിയ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. മീഡിയ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചെക്ക് ലിസ്റ്റ് എടുക്കുകയാണ്. കോട്ടയം ജില്ലയിലെ കുറിഞ്ഞിക്കാവ് എന്ന് പറയുന്ന ഒരു കാവിൽ ഞങ്ങൾ ഒരു ബേഡിങ് ചെയ്തിരുന്നു, ഞാനും കൗസുവും കൂടി. ആ ഒരു ലിസ്റ്റിന്റെ അകത്തേക്ക് ഞാൻ കുറച്ച് മീഡിയസ് ആഡ് ചെയ്ത് കാണിക്കാം. എല്ലാ ചെക്ക് ലിസ്റ്റുകളെയും കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ഓൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും നമ്മുടെ എല്ലാ ചെക്ക് ലിസ്റ്റും ഉള്ള ഒരു പേജിലേക്ക് പോകും. ഞാനിപ്പോൾ പെട്ടെന്ന് ആ കുറിഞ്ഞിക്കാവിനെ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലൊക്കേഷൻസിന്റെ അകത്ത് നിന്ന് ചൂസ് യുവർ ലൊക്കേഷൻസിൽ കുറിഞ്ഞി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ കുറിഞ്ഞിക്കാവ് വനദുർഗ ടെമ്പിൾ എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. 2 ചെക്ക് ലിസ്റ്റ് ആണ് ഉള്ളത്. അതിൽ 6 ഡിസംബർ 2023 ചെക്ക് ലിസ്റ്റ് ആണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ചെക്ക് ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എന്റെ പേരിന്റെ ഒപ്പം തന്നെ കൗസ്തുവിന്റെ പേരും കാണാം. അതായത് ഇതൊരു ഷെയർഡ് ചെക്ക് ലിസ്റ്റ് ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രോട്ടോകോൾ ട്രാവലിംഗ് ആണെന്നും എത്ര പേര് അത് ബേഡിങ്ങിൽ പങ്കെടുത്തു, എത്ര നേരം ബേഡിങ് ചെയ്തു, എത്ര ദൂരം സഞ്ചരിച്ചു, ആ ട്രാക്ക് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. കൗസുബിൽ ഓൾറെഡി കൗസുബിന്റെ മീഡിയ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കുറച്ച് ഫോട്ടോസ് കാണാൻ സാധിക്കും. അതിന്റെ മുകളിൽ കർസർ വെക്കുമ്പോൾ കൗസുബിന്റെ പേരാണ് കാണിക്കുന്നത്. ഞാൻ ഇനി എന്റെ മീഡിയാസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് മാനേജ് മീഡിയ ക്ലിക്ക് ചെയ്യുമ്പോൾ
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കൗസ്തുഭ് ആഡ് ചെയ്തിരിക്കുന്ന മീഡിയകളെ എനിക്ക് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊന്നും ഈ ലിസ്റ്റിൽ കാണിക്കില്ല. അപ്പോൾ എനിക്ക് എന്റേതായിട്ടുള്ള ഡേറ്റാസ് മാത്രം ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ സ്പീഷീസിന്റെ പേര് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മലബാർ ട്രോഗന്റെ നേരെ വൗ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കൗസ്തുഭാണ്. കാരണം അത് വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു ഒബ്സർവേഷൻ ആയിരുന്നു. ഇവിടെ ചേഞ്ച് സ്പീഷീസ് കൊടുത്തിട്ട് ആ ഒരു മീഡിയകളെ മാത്രമായിട്ടും അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസിനെ മൊത്തത്തിലും ഇവിടെ നിന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഡേറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ മലബാർ ട്രോഗന്റെ മീഡിയ എനിക്ക് അല്ലെങ്കിൽ ഫോട്ടോ എനിക്ക് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ഈ ആഡ് മീഡിയ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എനിക്ക് എന്റെ ഫോട്ടോസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ആ ഒരു ഫോൾഡർ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതുപോലെ സെലക്ട് ചെയ്ത് ഓപ്പൺ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കത് ഓപ്പൺ ആയിട്ട് ഇവിടെ ആഡ് ആയിക്കോളും. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മീഡിയ ഉള്ള ഫോൾഡറിലേക്ക് എത്തിയിട്ട് ആ ഒരു പർട്ടിക്കുലർ മീഡിയയെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു സ്പീഷീസിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇവിടെ ആ ഒരു മീഡിയ അപ്ലോഡ് ആവുന്നത് കാണാം. ഇതുപോലെ തന്നെ നമുക്ക് ഓഡിയോയും ചെയ്യാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് അത് കാണിക്കുന്നില്ല. ഇതിപ്പോൾ അപ്ലോഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം അതിന്റെ പേര് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ബിഗിനർ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ആ ഒരു പർട്ടിക്കുലർ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റേറ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. റേറ്റിംഗിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ല. നിങ്ങളുടെ ഫോട്ടോയുടെ ഭംഗിയല്ല ഇവിടെ നോക്കുന്നത്, ആ സ്പീഷീസിനെ എത്ര കൃത്യമായിട്ട് ഇതിൽ കാണാം എന്നുള്ളതാണ്. ഈ റേറ്റിംഗിന്റെ നേരെയുള്ള ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റേറ്റിംഗ് ചെയ്യേണ്ടതിന്റെ കുറെ ഗൈഡ് ലൈൻസ് കാണും. ആ ഗൈഡ് ലൈൻസ് കറക്റ്റായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ മീഡിയാസ് റേറ്റ് ചെയ്യുക. എന്ന് വെച്ച് റേറ്റ് ചെയ്യാതെ വിടരുത്. പറ്റുമെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ മീഡിയാസ് റേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. എന്നാലും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത് നിങ്ങളുടെ ഫോട്ടോയിൽ ആ സ്പീഷീസിനെ പ്രത്യേകമായിട്ട് കാണാനൊന്നും പറ്റുന്നില്ല. പക്ഷെ ഒരു റെക്കോർഡ് ഷോട്ട്, അതും വളരെ അവ്യക്തമായിട്ടുള്ള ഒരു റെക്കോർഡ് ഷോട്ടൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ സ്പീഷീസ് ഇപ്പോൾ റെക്കോർഡ് ഷോട്ട് അല്ലെങ്കിൽ കൂടി ആ സ്പീഷീസ് ഈ ഒരു ഫോട്ടോയുടെ വളരെ ചെറിയൊരു പൊടി പോലെ കാണാൻ പറ്റുന്നുള്ളൂ എങ്കിലൊക്കെ അങ്ങനെയുള്ളതിനൊക്കെ 1 എന്ന് പറയുന്ന സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുക്കേണ്ടത്. ആ ഫോട്ടോയിൽ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ക്വാളിറ്റി കൂടി വരുന്നതിനനുസരിച്ച് സ്റ്റാർ റേറ്റിംഗ് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ 5 ഒക്കെ കൊടുക്കണമെങ്കിൽ കറക്റ്റ് നിങ്ങളുടെ ആ ഒരു ഫോട്ടോയിൽ സബ്ജക്റ്റ് നിറഞ്ഞങ്ങ് നിൽക്കണം. അതും ആ ഒരു സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഈ ഒരു ലേൺ മോറിൽ ക്ലിക്ക് ചെയ്ത് എന്താണെന്നുള്ളത് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം റേറ്റിംഗ്സ് കൊടുക്കുക. അതിന് മാത്രമല്ല ഈ ഒരു ഐ ബട്ടൺ, അതായത് ഇൻഫർമേഷൻ ബട്ടൺ എല്ലാത്തിനും ഉണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക. പിന്നെ ഈ ഒരു മീഡിയ നോട്ട് എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ മീഡിയയ്ക്ക് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ചെക്ക് ലിസ്റ്റ് മൊത്തത്തിൽ കൊടുക്കുന്ന കമന്റ് അല്ല, ഒരു മീഡിയയ്ക്ക് കൊടുക്കുന്ന കമന്റ് ആയിട്ട് അത് കൂട്ടും. ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അഡൽട്ട് മെയിൽ മലബാർ ട്രോഗൺ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഈ മെയിലിന്റെയും അഡൽറ്റിന്റെയും ഒരുമിച്ച് വന്ന് കൂട്ടിമുട്ടുന്ന ആ ഒരു ബോക്സിൽ അതിന്റെ കൗണ്ട് 1 എന്ന് കൊടുക്കാം. താഴെ വരുമ്പോൾ അഡീഷണൽ സ്പീഷീസ് എന്ന് കാണാം. ഈ ഫോട്ടോയിൽ ചിലപ്പോൾ നിങ്ങളെടുത്ത സ്പീഷീസ് അല്ലാതെ വേറെയും സ്പീഷീസ് ഉണ്ടായിരിക്കാം. ഇനി ഓഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ കൂടി നിങ്ങൾ ആ അപ്ലോഡ് ചെയ്യുന്ന പക്ഷിയുടെ കോൾ അല്ലാതെ വേറെ ഏതെങ്കിലും കോളുകളും ആ ഒരു ഓഡിയോയിൽ ഉണ്ടായിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും ആ പക്ഷികളുടെ പേരുകൾ. അതേതൊക്കെയാണ് അഡീഷണൽ സ്പീഷീസ് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചുമ്മാ കൊടുത്ത് കാണിക്കാം. ഇന്ത്യൻ പോൺ ഹെറോൺ കൂടി ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ IPHE എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പോൺ ഹെറോൺ എന്ന് കാണിക്കും. അപ്പോൾ അതിനെ കൂടി ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അവിടെ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഇനി കാണുന്ന ബിഹേവിയേഴ്സും അതുപോലെ ടാഗ്സും നിങ്ങൾ ആ ഒരു ഐ ബട്ടൺ, അതായത് ഇൻഫർമേഷനും കറക്റ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാഗുകളും ബിഹേവിയറുകളും കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പക്ഷി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ ഈ ബിഹേവിയറിൽ ടാഗ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോറേജിങ് ഓർ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം തേടിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുകയാണോ എങ്കിൽ അതിലേക്ക് ഒരു ടിക്ക് ഇടാം. ഒരു എക്സാമ്പിളിന് പറഞ്ഞാണ്, ഇപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ അല്ല ഉള്ളത്. പറക്കുന്ന പക്ഷിയാണെങ്കിൽ ഫ്ലൈയിങ് എന്ന് കൊടുക്കാം. വോക്കലൈസിംഗ് ആണെങ്കിൽ, അതായത് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പക്ഷിയാണെങ്കിൽ വോക്കലൈസിംഗ് എന്ന് കൊടുക്കാം. ഫീഡിംഗ് യങ് എന്ന് പറയുന്നത് കുഞ്ഞിന് തീറ്റ കൊടുക്കുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ ഫോട്ടോ എടുത്തിരിക്കുന്നതെങ്കിൽ ഫീഡിംഗ് യങ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ശബ്ദമാണെങ്കിൽ കൂടി കുഞ്ഞിന് തീറ്റ കൊടുക്കുമ്പോഴുള്ള ശബ്ദങ്ങൾ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിടാമല്ലോ, അങ്ങനെയാണെങ്കിലും ഫീഡിംഗ് യങ് എന്ന് കൊടുക്കാവുന്നതാണ്. ക്യാരിയിങ് ഫുഡ്, അതായത് കൂട്ടിലേക്കോ അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു കുഞ്ഞിന്റെ അടുത്തേക്കോ തീറ്റ കൊണ്ടുപോകുന്നത് കണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയർ കോഡ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മോൾട്ടിംഗ് ആണോ, നെസ്റ്റ് ബിൽഡിംഗ് ആണോ, പിന്നെ കോഡ്ഷിപ്പ്
ഡിസ്പ്ലേ, കപ്പിലേഷൻ, ഇതെല്ലാം ഞാൻ ബ്രീഡിംഗ് കോഡിന്റെ കൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ബിഹേവിയറുകൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ടാഗ് കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് വിടാൻ ശ്രമിക്കുക. പിന്നെ അതുകൂടാതെ കുറച്ച് അഡീഷണൽ ടാഗുകളുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ഹാബിറ്റാറ്റിൽ എടുത്തൊരു പടമാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റാറ്റിനെ നല്ലപോലെ കാണിക്കുന്ന ഒരു പടമാണെങ്കിൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിന്റെ കൂട് എന്ന് പറയുന്ന ഒരു ടാഗ്, അല്ലെങ്കിൽ കൂട്ടിൽ ഇരിക്കുന്നതാണ് കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു പക്ഷിയുടെ കൂടാണ് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നതെങ്കിൽ നെസ്റ്റ് എന്ന് കൊടുക്കാം. മുട്ടകളുടെ ഫോട്ടോയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇൻ ഹാൻഡ് എന്ന് പറയും. ചില സമയത്ത് പക്ഷികളെ കയ്യിലെടുത്ത് പിടിച്ച് ടാഗ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ചില സ്റ്റഡീസിനായിട്ട് പക്ഷികളെ പിടിച്ച് അവരെ കയ്യിലെടുത്ത് അതിനെ ബാൻഡ് ചെയ്ത് വിടുന്ന പരിപാടിയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. പിന്നെ ഫീൽഡ് നോട്ട്സ്, സ്കെച്ച്, പക്ഷികളെ കുറിച്ചുള്ള എന്തെങ്കിലും നോട്ടുകളോ അല്ലെങ്കിൽ സ്കെച്ചുകളാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണത്. അപ്പോൾ ഈ ടാഗുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ ഇൻഫർമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ആകെ കൊടുത്തിരിക്കുന്നത് മെയിൽ അഡൽറ്റ് ആണ് എന്നുള്ളതാണ്. അതിനുശേഷം ഈ താഴെയുള്ള ഡൺ കൊടുക്കുക. മുകളിലുള്ള ഡൺ അല്ല കൊടുക്കേണ്ടത്. താഴെയുള്ള ഡൺ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ മീഡിയ അപ്ലോഡ് ചെയ്യുന്നിടത്തേക്ക് വന്നു. ഇപ്പോൾ മൾട്ടിപ്പിൾ മീഡിയാസ് ഉണ്ട് എങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഓൾറെഡി ഞാനൊരു ഓഡിയോ മീഡിയ കൊടുത്തു വെച്ചിട്ടുണ്ട്, ഹാർട്ട് സ്പോട്ടഡ് വുഡ്പെക്കറിന്റെ ഒരു കോള്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും റേറ്റിംഗും കാര്യങ്ങളെല്ലാം ഒരേപോലെയാണ്. പക്ഷേ ഈ സൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിരിക്കുന്നത് കാണാം. അത് ആ പക്ഷിയുടെ സോങ് ആണോ, കോളാണോ, ഫ്ലൈറ്റ് സോങ് ആണോ, ഫ്ലൈറ്റ് കോൾ ആണോ, നോൺ വോക്കൽ, ഡോൺ കോൾ, ഡ്യുയറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് എന്താണെന്നുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ്. ഇൻഫർമേഷൻ വായിച്ചു നോക്കുക. പിന്നെ പ്ലേ ബാക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാം. ഓഡിയോയ്ക്ക് മാത്രമുള്ളതാണ്. പ്ലേ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പക്ഷിയുടെ ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ആദ്യമേ കോൾ വെച്ച് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പ്ലേ ബാക്കിന്റെ അവിടെ യൂസ്ഡ് എന്ന് കൊടുക്കുക. അതല്ല, ആ ഒരു പക്ഷി സ്വാഭാവികമായിട്ട് ശബ്ദം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്തതാണ് എങ്കിൽ നോട്ട് യൂസ്ഡ് എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ നോട്ട് യൂസ്ഡ് ആണ് കൊടുക്കുന്നത്. പിന്നെ അഡീഷണൽ സ്പീഷീസ്, ഈ കോളിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഹാർട്ട് സ്പോട്ടഡ് വുഡ്പെക്കറിന്റെ മാത്രമായിരിക്കില്ല, വേറെ എന്തെങ്കിലും പക്ഷികളുടെ കോൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള പക്ഷികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. പിന്നെയുള്ള ബിഹേവിയർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നേരത്തെ കണ്ടത് തന്നെയാണ്. അടുത്തതാണ് ഈ എക്യുപ്മെന്റ്, റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച ഡിവൈസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കുറച്ച് സീരിയസ് ആയിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പല ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള റെക്കോർഡർ ഡിവൈസ് ഏതാണെന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിന്റെ പേരും അതിന്റെ മോഡലും എല്ലാം കൊടുക്കാവുന്നതാണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മൈക്രോഫോൺ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് ഇവിടെ കൊടുക്കാം. മറ്റെന്തെങ്കിലും ആക്സസറീസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും എല്ലാം കൊടുത്തതിന് ശേഷം ദാ ഇവിടെ ഡൺ എന്ന് താഴെ കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ പേജിലേക്ക് പോകാതെ ദാ ഇവിടെ തന്നെ വന്ന് നിൽക്കും. അങ്ങനെ നിങ്ങൾക്ക് മീഡിയാസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് ലിസ്റ്റ് വ്യൂ ആണ്. അതിന് പകരം ഒരു ഗ്രിഡ് വ്യൂവിൽ കാണണമെങ്കിൽ ദാ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മീഡിയാസ് മാത്രം ഇവിടെ ഒരു ഗ്രിഡ് വ്യൂ ആയിട്ട് കാണിക്കും. ഇനി അതിൽ ഫോട്ടോസ് മാത്രമുള്ള എൻട്രികൾ കാണണമെങ്കിൽ ദാ ഈ ക്യാമറ ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഓഡിയോസ് മാത്രമായിട്ടാണ് കാണേണ്ടതെങ്കിൽ ആ ക്യാമറ ഇമേജ് അൺസെലക്ട് ചെയ്തതിന് ശേഷം ഓഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനിയിപ്പം രണ്ടും ഒരുമിച്ച് കാണണമെങ്കിൽ രണ്ടും അൺസെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ രണ്ടും സെലക്ട് ചെയ്താലും മതി. ഞാൻ തൽക്കാലം ലിസ്റ്റ് വ്യൂയിലേക്ക് തിരിച്ചു വരികയാണ്. ലിസ്റ്റ് വ്യൂയിൽ വന്നു കഴിഞ്ഞാലും നമുക്കിങ്ങനെ മീഡിയാസ് ഉള്ളതിനെ മാത്രമായിട്ട് ഇതുപോലെ കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഒരു പക്ഷിയെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ കുറേ പക്ഷികളുണ്ട്, അതിൽ നിന്നൊരു പർട്ടിക്കുലർ പക്ഷിയുടെ എൻട്രി മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കാണിച്ച് അതിലേക്ക് ആഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫിൽട്ടർ സ്പീഷീസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനകത്ത് കയറി ഞാനിപ്പോൾ ഹാർട്ട് സ്പോട്ടഡ് വുഡ്പെക്കറിനെ തന്നെ സെർച്ച് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ സെർച്ച് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു അബ്രിവിയേഷൻസും ആ ഷോർട്ട് കട്ടുകളും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഹാർട്ട് സ്പോട്ടഡ് വുഡ്പെക്കർ HSW എന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ വന്നു. എന്നിട്ട് നമുക്കിതിലേക്ക് മീഡിയാസ് ആഡ് ചെയ്യാം. അതിനുശേഷം എക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പൊക്കോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് പെട്ടെന്ന് പറയാനുള്ള കാര്യങ്ങൾ. മലബാർ ട്രോഗന്റെ അകത്ത് തന്നെ ചേഞ്ച് സ്പീഷീസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ ഒബ്സർവേഷൻ നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ മൊത്തം ഒബ്സർവേഷനെ മറ്റൊരു സ്പീഷീസ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒൺലി മൈ മീഡിയ എന്ന് കൊടുത്തിട്ട് ആ ഒരു മീഡിയ ഫയലിനെ മാത്രം മറ്റൊരു സ്പീഷീസിലേക്ക് ജമ്പ് ചെയ്യിക്കാം. ജസ്റ്റ് ഞാൻ ചെയ്ത് കാണിക്കാം. കണ്ടിന്യൂ കൊടുക്കുന്നു. ഞാൻ മീഡിയ മാത്രമായിട്ട് IPHE എന്ന് പറയുന്ന ഇന്ത്യൻ പോൺ ഹെറോണിലേക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇന്ത്യൻ പോൺ ഹെറോണിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. ഇനി സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മലബാർ ട്രോഗൺ എന്നുള്ളതിൻ്റെ ആ ഒരു മീഡിയ ഇന്ത്യൻ പോൺ ഹെറോണിൻ്റെ അകത്തേക്ക് ജമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടില്ലേ, ഇന്ത്യൻ പോൺ ഹെറോണിലാണ് ഇപ്പോൾ അതുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതായിപ്പോൾ കണ്ടില്ലേ, ചേഞ്ചബിൾ ഹോക്കികളിലേക്ക് എനിക്ക് തന്നെ ചേഞ്ച് ചെയ്തു. തിരിച്ച് നമുക്ക് പഴയ പോലെ ആക്കിയിടാം മലബാർ ട്രോഗൻ. ഓക്കെ, സേവ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഈ മുകളിലുള്ള ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മീഡിയയിൽ നമ്മളിപ്പോൾ നടത്തിയ എഡിറ്റുകളെല്ലാം ഇവിടെ അപ്ഡേറ്റ് ആയിക്കോളും. ഇത്രയൊക്കെയാണ് നമ്മൾ ചെക്ക് ലിസ്റ്റുകളെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ.
ഇനി അത് കൂടാതെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഡ്രോപ്പ് ഡൗൺ കാണാം. അതിലെ ചെക്ക്ലിസ്റ്റ് ടൂൾസ് എന്ന് കാണുന്നിടത്ത് നിങ്ങൾക്ക് എഡിറ്റ് ലൊക്കേഷൻ, എഡിറ്റ് ഡേറ്റ് ആൻഡ് എഫേർട്ട്, എഡിറ്റ് സ്പീഷീസ്, മാനേജ് മീഡിയ, അതുപോലെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ, പോർട്ടൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, ഈ ഒരു ചെക്ക് ലിസ്റ്റിനെ വേണമെങ്കിൽ പ്രൈവറ്റ് ആക്കി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യാനോ ഇമെയിൽ ചെയ്യാനോ പ്രിന്റ് ചെയ്യാനോ ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചെക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാൻ ഇവിടെ തന്നെ വരണം. ഈ ചെക്ക് ലിസ്റ്റ് ടൂൾസിലെ ഏറ്റവും താഴെ ഡിലീറ്റ് എന്ന ഒരു ഇത് ക്ലിക്ക് ചെയ്താൽ ഒരു പ്രാവശ്യം ചോദിക്കും ഇത് ഡിലീറ്റ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഓക്കെ കൊടുത്താൽ വീണ്ടും ചോദിക്കും. ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, വീണ്ടും ചോദിക്കും. അപ്പോഴും ഓക്കെ ഡിലീറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ചെക്ക് ലിസ്റ്റ് ഡിലീറ്റ് ആയിട്ടുണ്ടായിരിക്കും, ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ അത്രയൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് വെബ് ബ്രൗസർ ഉപയോഗിച്ച് എങ്ങനെ ചെക്ക് ലിസ്റ്റിനെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒരു കാര്യം വിട്ടുപോയി, ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ റേറ്റ് ചെയ്യുന്നത് കാണിച്ചു തന്നപ്പോൾ അറിയാതെ എൻ്റെ ട്രോഗന്റെ പടത്തിന് ഞാൻ 1 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു. അപ്പോൾ ഈ ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് മീഡിയയിൽ പോവാതെ തന്നെ നിങ്ങൾക്ക് റേറ്റിംഗ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് താഴെ വന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോയുടെ ക്വാളിറ്റി വെച്ച് ഞാൻ ഇതിനൊരു 3 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഇമേജസ് ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ചെയ്യാം എന്നുകൂടി മനസ്സിലാക്കുക. ഇനിയിപ്പോൾ അടുത്തടുത്ത ഇമേജിലേക്ക് പോകണമെങ്കിൽ ഈ നെക്സ്റ്റ് ആരോസ് അല്ലെങ്കിൽ ഈ ബാക്ക് ആരോസ് അല്ലെങ്കിൽ പ്രീവിയസ് ആരോ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെക്ക് ലിസ്റ്റിനെ അത്യാവശ്യം ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമുക്കിനി പുതിയൊരു ചെക്ക് ലിസ്റ്റ് എങ്ങനെയാണ് വെബ് ബ്രൗസർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഈ ഹോം പേജിൽ വരണമെന്നില്ല, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ടോപ്പിൽ കാണുന്ന മെനുവിലെ സബ്മിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ 1, 2, 3 എന്നിങ്ങനെ 3 സ്റ്റേജുകളിലായിട്ടാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേർ ഡിഡ് യു ബേഡ്, നിങ്ങൾ എവിടെ പോയാണ് ബേഡിങ് നടത്തിയത് എന്നുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചൂസ് ഫ്രം യുവർ ലൊക്കേഷൻ എന്ന് പറയുന്നതുണ്ട്. അവിടെ നിങ്ങൾ ബേഡിങ് ചെയ്തിട്ടുള്ള എല്ലാ പേഴ്സണൽ ലൊക്കേഷൻസും അതുപോലെ ഹോട്ട്സ്പോട്ടുകളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ബേഡിങ് ചെയ്യുന്നതെങ്കിൽ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഇനി അടുത്തൊരു ഓപ്ഷനായിട്ട് ഫൈൻഡ് ഇറ്റ് ഓൺ എ മാപ്പ് എന്ന് പറയുന്നിടത്ത് നമുക്കൊരു റീജിയൻ സെർച്ച് ചെയ്യാം. ഈ ബേഡിൽ എന്താണ് റീജിയൻസ് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കോട്ടയം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടില്ലേ, കോട്ടയം എന്ന് പറയുന്ന ഒരു റീജിയൻ ഓപ്പൺ ആയിട്ട് വന്നു. ആ ഒരു റീജിയൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് വരുന്ന ഹോട്ട്സ്പോട്ടുകളെയും പേഴ്സണൽ ലൊക്കേഷൻസിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കണ്ടിന്യൂ എന്ന് പറയുന്നത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള സെലക്ട് ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് സൂം ചെയ്ത് കണ്ടുപിടിക്കുക. ഈ പ്ലസ് സൈൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൗസിലെ സ്ക്രോൾ വീൽ യൂസ് ചെയ്യാം. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ഹോട്ട്സ്പോട്ട് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെയല്ല വേണ്ടത്, ശരിക്കും നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതാണോ അത് കണ്ടുപിടിച്ച് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ സൂം ചെയ്തതിന് ശേഷം ഒരു കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ലൊക്കേഷന് ഒരു പുതിയ പേരുണ്ടാക്കിയിട്ട് അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പുതിയ പേഴ്സണൽ ലൊക്കേഷനാക്കി സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അത് ചെയ്ത് കാണിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സൂം ചെയ്ത് നിങ്ങൾ ബേഡിങ് ചെയ്ത ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എൻ്റർ ലൊക്കേഷൻ നെയിമിൽ നിങ്ങൾ അതിനൊരു പുതിയ നെയിം കൊടുക്കുന്നു. ഇനിയിപ്പോൾ അത് ഹോട്ട്സ്പോട്ടായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എങ്കിൽ ഈ ഒരു ടിക്ക് കൂടി ചെയ്തതിന് ശേഷം ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പേര് കൊടുക്കണം. ഞാനിപ്പോൾ ABCD എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പെട്ടെന്ന് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേഴ്സണൽ ലൊക്കേഷൻ നിങ്ങൾക്കുണ്ടാകും. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല, ഞാൻ ബാക്ക് അടിക്കുകയാണ്. അതല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. യൂസ് ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പിലുള്ള ഒരു കോർഡിനേറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ബാക്ക് അടിക്കുകയാണ്. ഇനി വരുന്ന സ്റ്റെപ്പ് ഇതിനെല്ലാത്തിനും കോമൺ ആണ്, അതുകൊണ്ടാണ് ഞാൻ ബാക്ക് അടിച്ച് ചെയ്യുന്നത്. സെലക്ട് ആൻ എൻറ്റയർ കൗണ്ടി, സ്റ്റേറ്റ് ഓർ കൺട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കൗണ്ടി ആയിട്ട് ഇടുക്കി എന്നത് സെലക്ട് ചെയ്ത ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കാനേ പറ്റുന്നുള്ളൂ. ഡ്രോപ്പ് ഡൗൺ വേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കേരള എന്ന സ്റ്റേറ്റിൽ കൊടുക്കുന്നു. കൺട്രി ഇന്ത്യ ആയിട്ട് കൊടുക്കുന്നു. ഷോ മീ ബേഡിങ് ഹോട്ട്സ്പോട്ട്സ് ഇൻ ദിസ് ഏരിയാസ് എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലുള്ള ഹോട്ട്സ്പോട്ടുകൾ കാണിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കിയാൽ ഇതാ കണ്ടില്ലേ, ലൊക്കേഷൻ നെയിം ഇടുക്കിയാണ്, കേരളത്തിലാണ്. അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേഡിങ് ഹോട്ട്സ്പോട്ടുകൾ കൂടി ഇടുക്കി ജില്ലയിലുള്ള ഹോട്ട്സ്പോട്ടുകൾ കൂടി കാണിക്കുന്നതാണ്. ഇതല്ലെങ്കിൽ ഇവിടെ നിന്ന് മറ്റ് ഓപ്ഷൻസിലേക്ക് പോകാനുള്ള ഒരു ബട്ടണും കൂടി അല്ലെങ്കിൽ ഒരു ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ടതുപോലെ മൈ ലൊക്കേഷൻസ് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഫൈൻഡ് ഇറ്റ് ഓൺ എ മാപ്പ്, മാപ്പിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാനോ ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ളത് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. പക്ഷേ ഇത്രയും കോംപ്ലക്സ് ആവേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഒരു പുതിയ ലൊക്കേഷനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കൂടി ആ ഒരു മാപ്പിൽ സെർച്ച് ചെയ്താൽ മതിയല്ലോ.
പിന്നെ ഉള്ളതാണ് ഇമ്പോർട്ട് ഡേറ്റ എന്ന് പറയുന്നത്. പർട്ടിക്കുലർ ഫോർമാറ്റിലുള്ള സ്പ്രെഡ്ഷീറ്റുകൾ, അതായത് ഒരു പ്രത്യേകതരം ഫയലുകളാണ് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. കുറച്ചു പേർക്ക് അറിയാമായിരിക്കും. അങ്ങനെയുള്ള ഡേറ്റ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഓൾറെഡി അങ്ങനെയുള്ള ഡേറ്റയിലുള്ള ചെക്ക് ലിസ്റ്റ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ് ഡേറ്റ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിലേക്കൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ വീട് എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡേറ്റ് ആൻഡ് എഫേർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് തരത്തിലുള്ള ബേഡിംഗ് ആണ് ചെയ്തത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനറി ഉണ്ട്, ഇൻസിഡന്റിലുണ്ട്, ട്രാവലിംഗ് ഉണ്ട്, വേറെ പലതും ഉണ്ട്. അങ്ങനെയുള്ള എഫേർട്ടുകളും നിങ്ങൾ ബേഡിംഗ് ചെയ്ത ഡേറ്റും ടൈമും എല്ലാം സെറ്റ് ചെയ്യാനുള്ള പേജാണിത്. ആദ്യം കാണുന്നത് ഒബ്സർവേഷൻ ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതിനകത്ത് ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയാണ്. ഇന്ന് പകൽ ഞാൻ ബേഡിംഗ് ചെയ്തു എന്നുള്ള രീതിയിൽ. ഇന്ന് ഡിസംബർ 27 ഇതല്ല, നിങ്ങൾക്ക് ഇനി പഴയ ഏതെങ്കിലും ഒരു വർഷത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിലെ ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ തൽക്കാലം ഇവിടെ ഇന്നത്തെ ഡിസംബർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് അതിനുശേഷം ഡേറ്റ് ആയിട്ട് 27 എന്ന് സെലക്ട് ചെയ്യുന്നു. 2023 ഡിഫോൾട്ട് ആയിട്ട് കിടപ്പുണ്ട്. ഇങ്ങനെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതിന് പകരം ഈ ഒരു കലണ്ടർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഒബ്സർവേഷൻ ടൈപ്പ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് എഫേർട്ട് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ സ്റ്റേഷനറി ഒബ്സർവേഷൻ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ട്രാവലിംഗ് എന്താണ്, ഇൻസിഡന്റിൽ എന്താണ് എന്നുള്ളതൊക്കെ അറിയാമായിരിക്കും. പിന്നെ ഒരു പ്രത്യേക സംഭവം കാണുന്നത് ഹിസ്റ്റോറിക്കൽ എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബേഡിംഗ് തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ദിവസം, ടൈം, ദൂരം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള ഒരു ഓർമ്മയില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പറ്റുമെങ്കിൽ, ഇവരിവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ്, ടൈം, ഡേറ്റ എല്ലാം അറിയാമെങ്കിൽ ട്രാവലിംഗ് അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ട് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനറി ആയിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ ഒരു സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത് കാണാം. അവിടെ AM PM, അതായത് 12 മണിക്കൂറിന്റെ ആ ഒരു ഫോർമാറ്റിലാണ് നമ്മളിവിടെ ടൈം പറഞ്ഞു കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് രാവിലെ 9 മണിക്ക് ആണ് ബേഡിംഗ് തുടങ്ങിയത് എങ്കിൽ ഇവിടെ അവറിന്റെ അവിടെ 9 എന്ന് കൊടുക്കുന്നു, മിനിറ്റ്സിന്റെ അവിടെ 00 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം രാവിലെ ആയതുകൊണ്ട് ഞാൻ AM എന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി 24 അവർ ക്ലോക്ക് ഫോർമാറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 900 എന്ന് പറയുന്ന ആ ഒരു 24 അവർ ഫോർമാറ്റിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ളത് ഡ്യൂറേഷൻ ആണ്. എത്ര നേരം ബേഡിംഗ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ 30 മിനിറ്റ് ആണ് ബേഡിംഗ് ചെയ്തതെങ്കിൽ അവേഴ്സിന്റെ അവിടെ ഞാൻ കൊടുക്കുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ മിനിറ്റ്സിന്റെ അവിടെ ഞാൻ 30 എന്ന് കൊടുക്കുന്നുണ്ട്. പാർട്ടി സൈസ് എന്ന് പറയുന്നതാണ് എത്ര പേരുമായിട്ടാണ് നമ്മൾ ബേഡിംഗ് ചെയ്തത് എന്നുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഷെയറിംഗിന്റെ കാര്യം തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. എത്ര പേർക്ക് ഷെയർ ചെയ്യണമെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. പാർട്ടി സൈസ് ഇപ്പോൾ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മളൊരു കൗണ്ട് കൊടുത്തിരിക്കണം. ഇനിയിപ്പോൾ 2 പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ 3 പേരുണ്ടായിരുന്നുവെങ്കിൽ ഞാനിവിടെ പാർട്ടി സൈസ് ആയിട്ട് 3 ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് 1 എന്ന് തന്നെ കൊടുക്കുന്നു. പിന്നെ ചെക്ക് ലിസ്റ്റിന് എന്തെങ്കിലും കമന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് വിടാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ഇനി ട്രാവലിംഗിൽ ഇതിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് ട്രാവലിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഫീൽഡ് കൂടി വരുന്നത് കാണാം, ഡിസ്റ്റൻസ്. അതിന് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗണിൽ കിലോമീറ്റേഴ്സും മൈൽസും ഉണ്ടായിരിക്കും. നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട്, നമ്മൾ US അല്ലാത്തത് കൊണ്ട് നമ്മൾ മൈൽസ് ഉപയോഗിക്കുന്നവരല്ല, കിലോമീറ്റേഴ്സ് ഉപയോഗിക്കുന്നവരാണ്. അപ്പം ഞാൻ ട്രാവലിംഗ് ആയതുകൊണ്ട് ഒരു ഇത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ദൂരമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇൻ കിലോമീറ്റേഴ്സ് ആണ് കൊടുക്കേണ്ടതെന്ന് പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് ഇപ്പോൾ 2 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ബേഡിംഗ് ചെയ്തതെങ്കിൽ ഇവിടെ 2 എന്ന് കൊടുക്കുക. അതല്ല, ഇനി ഞാൻ 500 മീറ്റർ ആണ് നടന്നിട്ടുള്ളത് എങ്കിൽ 0.5 എന്ന് പറയുന്ന ഒരു സംഭവമാണ് കൊടുക്കേണ്ടത്. കറക്റ്റ് ആയിട്ടുള്ള മെട്രിക് രീതിയിൽ തന്നെ കൊടുക്കുക. ഇനി ഇൻസിഡന്റിലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഡിസ്റ്റൻസോ ഡ്യൂറേഷനോ ഒന്നുമില്ല. അതുകൊണ്ട് സ്റ്റാർട്ട് ടൈം മാത്രം കൊടുക്കുക, പാർട്ടി സൈസ് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ സ്റ്റേഷനറി ഒബ്സർവേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റേഷനറി എന്ന് സെലക്ട് ചെയ്യുന്നു. ഡ്യൂറേഷനായിട്ട് 30 മിനിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം പാർട്ടി സൈസ് കൊടുത്തിട്ടുണ്ട് 1 എന്ന്. ചെക്ക് ലിസ്റ്റ് കമന്റ്സ് ഇപ്പോൾ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല. അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇനിയെല്ലാം വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്ത അതേ പരിപാടി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള പക്ഷികളെ ഈ ലിസ്റ്റിൽ നിന്നും കണ്ടുപിടിക്കുന്നു. അതിന്റെ നേരെ അവരുടെ കൗണ്ട് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസ്, ഏജ്, സെക്സ്, ബ്രീഡിംഗ് കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കൊടുക്കാം. ഇങ്ങനെയുള്ള കേസിലാണ് ശരിക്കും ഇവിടെ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഷോർട്ട് കട്ട്സിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാണാം. ഞാൻ ഈ ഷോർട്ട് കട്ട്സിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല.
നിങ്ങളുടെ കീബോർഡിലെ അപ്പ് ആൻഡ് ആരോ കീസ് യൂസ് ചെയ്ത് ലിസ്റ്റിലെ ഓരോ ഐറ്റത്തിലേക്കും ജമ്പ് ചെയ്യാൻ പറ്റും. ടാബ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തടുത്ത ഇൻപുട്ട് ബോക്സുകളിലേക്ക്, അതായത് ഓരോ അടുത്തടുത്ത ബേഡ്സിന്റെ കൗണ്ടിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് ടാബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുൻപത്തെ ബേഡിന്റെ കൗണ്ടിന്റെ ആ ഒരു ബോക്സിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ഒരു ബേഡിനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതെല്ലാം കറക്റ്റായിട്ട് വായിച്ചു നോക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. പക്ഷെ എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പക്ഷിയെ ആഡ് ചെയ്യുകയാണോ, ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രേറ്റർ കൗക്കലിനെ ആഡ് ചെയ്യുന്നു, അതിനുശേഷം എനിക്കൊരു പക്ഷിയെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ മൗസ് ഉപയോഗിക്കാതെ തന്നെ ജെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ബോക്സിലേക്ക് കഴ്സർ ജമ്പ് ചെയ്തോളും. ഞാനിപ്പോൾ അവിടെ നിന്ന് ലെസ്സർ വിസ്ലിംഗ് ഡക്ക് എന്ന് പറയുന്ന ബേഡിനെ സെർച്ച് ചെയ്യാണ്, LWDU. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിലേക്ക് ജമ്പ് ആയിക്കോളും. ഞാൻ ഇപ്പോൾ 30 എണ്ണത്തിനെ കണ്ടെങ്കിൽ 30 എന്ന് പറയുന്ന കൗണ്ട് അവിടെ കൊടുക്കുന്നു. സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് വരുന്നു. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് അവിടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബ്രീഡിംഗ് കോഡ്സ്, ഏജ് ആൻഡ് സെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ബേഡ്സിനെയും ആഡ് ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് ആണോ ഇൻകംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് ആണോ എന്ന കാര്യം കൂടി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് കൊടുക്കണോ ഇൻകംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് കൊടുക്കണോ? ഞാൻ ഡമ്മി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ തൽക്കാലം കംപ്ലീറ്റ് എന്ന് കൊടുത്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് എന്താണ് ഇൻകംപ്ലീറ്റ് എന്താണെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറയാതെ വിട്ട കുറച്ച് കാര്യങ്ങളോട് പറയാം. ഇവിടെ നമ്മൾ എഡിറ്റ് ഡേറ്റ് ആൻഡ് എഫേർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ട അതേപോലെയുള്ളൊരു പേജാണ് വരുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡേറ്റും എഫേർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം സേവ് ചേഞ്ചസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റും എഫേർട്ടും എല്ലാം അപ്ഡേറ്റ് ആയിക്കോളും. അതുപോലെ എഡിറ്റ് ലൊക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ലൊക്കേഷൻ സെലക്ട് ചെയ്ത അതേ പേജ് തന്നെയാണ് വരുന്നത്. ഇവിടെ നിന്നും നിങ്ങൾക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് മാറ്റിയിട്ട് ആനക്കൂട് വെറ്റ്ലാൻഡ്സിലേക്ക് ഞാൻ ഇതിനെ കൊടുക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ആനക്കൂട് വെറ്റ്ലാൻഡ്സ് ആയിട്ട് ഈ ലൊക്കേഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, നമ്മളിപ്പോൾ മീഡിയാസ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ആഡ് മീഡിയ എന്ന് പറയുന്ന ഒരു ബട്ടൺ ആയിരിക്കും കാണിക്കുന്നത്. ഓൾറെഡി മീഡിയാസ് കൊടുത്തിട്ടുള്ള ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് ആണെങ്കിൽ മാനേജ് മീഡിയ എന്നായിരിക്കും കാണിക്കുക. അപ്പൊ രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഞാൻ നേരത്തെ പറയാൻ ജസ്റ്റ് ഒന്ന് വിട്ടുപോയതാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ റിമൂവ് എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു എൻട്രിയെ ആ ഒരു ചെക്ക് ലിസ്റ്റിൽ നിന്ന് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാനിത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണിക്കുകയാണ്. നമുക്ക് ഈ ചെക്ക് ലിസ്റ്റ് ടൂൾസിന്റെ അകത്ത് ഇനി എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഒന്നുകൂടി നോക്കാം. ആഡ് മീഡിയാസ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ചേഞ്ച് പോർട്ടൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് പോർട്ടലാണ് ബേഡിങ് ചെയ്തത് എന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ eBird India എന്നുള്ള പോർട്ടൽ സെലക്ട് ചെയ്ത് ചേഞ്ച് പോർട്ടൽ കൊടുക്കുകയാണ്. നിങ്ങൾ മൊബൈലിൽ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയ സമയത്തും ഏതെങ്കിലും പോർട്ടൽ തെറ്റിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ചേഞ്ച് പോർട്ടൽ ഉപയോഗിച്ച് പോർട്ടൽ ചേഞ്ച് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ളത് കൊടുക്കാവുന്നതാണ്. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ വിട്ടിട്ട് ഞാൻ ചെക്ക് ലിസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചെക്ക് ലിസ്റ്റ് ടൂൾസിന്റെ അകത്ത് ഡ്രോപ്പ് ഡൗണിൽ ഏറ്റവും താഴെ വരുമ്പോൾ കാണുന്ന ഡിലീറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ടോപ്പിൽ ഒരു മെസ്സേജ് ബോക്സ് വന്നിരിക്കുന്നു. നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ഡിലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഉറപ്പുണ്ട് എങ്കിൽ ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ചോദിച്ചു, ആർ യു റിയലി ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് ദിസ് ചെക്ക് ലിസ്റ്റ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ശരിക്കും ഉറപ്പുണ്ടോ? രണ്ടാമതൊരു കൺഫർമേഷൻ കൂടി ചോദിച്ചിരിക്കുകയാണ്. വൺസ് ഇറ്റ് ഈസ് ഡിലീറ്റഡ് ഇറ്റ് ക്യാൻ നെവർ ബി റിസ്റ്റോർഡ് എന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമതൊരു കൺഫർമേഷനും കൂടി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചെക്ക് ലിസ്റ്റ് പിന്നെ ഒരു സ്ഥലത്തും ഉണ്ടായിരിക്കുന്നതല്ല, എല്ലാം പോയി. എന്നിട്ട് നമ്മുടെ എല്ലാ ചെക്ക് ലിസ്റ്റുകളും ഉള്ള ഒരു പേജിലേക്ക് വന്നോളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് eBirdന്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ചെക്ക് ലിസ്റ്റിനെ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് എങ്ങനെ eBird ചെക്ക് ലിസ്റ്റുകളെ എഡിറ്റ് ചെയ്യാം, ചെക്ക് ലിസ്റ്റുകളിലേക്ക് എങ്ങനെ മീഡിയാസ് ആഡ് ചെയ്യാം, പുതിയൊരു ചെക്ക് ലിസ്റ്റ് എങ്ങനെ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമോ ക്ലാരിറ്റിയോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിൽ ചോദിക്കാൻ മടിക്കരുത്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് eBird വെബ്സൈറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. അതോടെ ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസ് ഇവിടെ ഞാൻ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.